ഇന്ത്യയിലെ ഏറ്റവും വലിയ മാന്ത്രികൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് മുതുകാടോ സാമ്രാട്ടോ ഒന്നുമല്ല, നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജിയാണ്. എങ്ങനെയാണെന്നല്ലേ? സംസ്ഥാനം പട്ടിണിയിലും കടക്കണിയിലും നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായിട്ട് 11 കോടി രൂപ ആകാശത്തുനിന്ന് കുലുക്കി വീഴ്ത്താൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. നമ്മളൊക്കെ വിചാരിച്ചത് അദ്ദേഹം പാവപ്പെട്ടവരുടെ സുശാസൻ ബാബു ആണെന്നാണ്. പാവം ഇത്രയും കാലം ഒരു ഹ്യുണ്ടായി ഇലക്ട്രിക് കാറിലും ടാറ്റ സഫാരിയിലുമൊക്കെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഭരണം നടത്തിയത്. റോഡിലെ കുഴിയിലും പൊടിയിലുമൊക്കെ വീണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇല്ലാതായതുകൊണ്ടാകണം ബീഹാർ സർക്കാർ ഇപ്പോൾ ഈ കടുംകൈ ചെയ്തിരിക്കുന്നത്. 11 കോടി 17 ലക്ഷം മുടക്കി 4 വെളുത്ത റേഞ്ച് റോവർ കാറുകളാണ് നൽകുന്നത്, അതും വെടിയുണ്ട കേറാത്തത്. ഇനി നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. വെറുതെ പറയുകയല്ല, വസ്തുതകളാണ്. ഇതിന് ചിലവാക്കുന്ന മൊത്തം തുക എത്രയാണ്? 11 കോടി 17 ലക്ഷത്തി 29,412 രൂപ. 4 ഹൈ സെക്യൂരിറ്റി SUVകൾ. എന്തിനാണ് മുഖ്യമന്ത്രിക്ക് മാത്രം 4 SUVകൾ? ഇനി ചിലപ്പോൾ വരുന്ന വെടിയുണ്ടയ്ക്ക് അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കളികളാവണം. മോദിജി ഉപയോഗിക്കുന്ന അതേ മോഡൽ റേഞ്ച്, റോവർ സെക്യൂരിറ്റി, ലാൻഡ് റോവർ സെന്റിനൽ ഗ്ലാസുകൾ, ബോംബ് സ്ഫോടനത്തെ വരെ പ്രതിരോധിക്കുന്ന ബോഡി, ടയർ പഞ്ചറായാലും 80 കിലോമീറ്റർ വേഗതയിലും പായാൻ കഴിയുന്ന റൺ ഫ്ലാറ്റ് ടയറുകൾ. ബീഹാറിലെ റോഡുകളിൽ പണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ടയർ പഞ്ചറാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇനി മുഖ്യമന്ത്രി പേടിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ പ്രതിഷേധം വന്നാലും ടയർ പഞ്ചറായാലും വണ്ടി 100-120 പൊക്കോളും. ഒരു വശത്ത് ബീഹാർ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? പ്രത്യേക പദവി, അതായത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റസ്. അതിന് കേന്ദ്രം പണം തരുന്നില്ല, സംസ്ഥാനം ദാരിദ്ര്യത്തിലാണ്, വികസനത്തിന് പണമില്ല. നോക്കണേ ഒരു കോമഡി. സംസ്ഥാനത്തിന് വികസിക്കാൻ പണമില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് 11 കോടി രൂപയുണ്ട്. സ്കൂളുകളിൽ ബെഞ്ചില്ല, ആശുപത്രികളിൽ സ്ട്രെച്ചർ ഇല്ല, പക്ഷേ നിതീഷ് കുമാർ ജിക്ക് ഇരിക്കാൻ 2.80 കോടി രൂപയുടെ ലെതർ സീറ്റ് തന്നെ വേണം. ആ സീറ്റിലിരുന്ന് നാട്ടിലെ ദാരിദ്ര്യമെല്ലാം നോക്കി അദ്ദേഹം നെടുവീർപ്പിടുന്നത് കാണാൻ നല്ല രസം തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പോലെ തന്നെയാണ് ഈ വണ്ടി. ഇന്നൊരു മുന്നണിയിൽ നാളെ മറ്റൊരു മുന്നണിയിൽ. വണ്ടി മാറുന്നത് പോലെ അദ്ദേഹം മുന്നണികൾ മാറുമ്പോൾ കുറഞ്ഞത് യാത്രയെങ്കിലും സുരക്ഷിതമായിരിക്കണമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ വണ്ടിക്ക് ബുള്ളറ്റ് പ്രൂഫ് അല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കാനുള്ള പ്രൂഫാണുള്ളതെന്ന് തോന്നുന്നു. ഇനി പുറത്ത് എന്തൊക്കെ നിലവിളികൾ ഉണ്ടായാലും ആ ഗ്ലാസ് അങ്ങ് ഉയർത്തിയാൽ മതിയല്ലോ, പ്രശ്നം സോൾവ്. അല്ലെങ്കിൽ ഈ കാലത്തൊക്കെ 11 കോടിയുടെ വണ്ടി വാങ്ങുന്നത് അത്ര വലിയ ആഡംബരമാണോ? ഒന്നുകിൽ അംബാനിയുടെ അദാനിയുടെ ഒക്കെ അടുത്തിരിക്കേണ്ട ആളല്ലേ, അവർക്ക് കുറച്ചിലുണ്ടാകാൻ പാടില്ലല്ലോ. പിന്നെ ജനങ്ങളുടെ പൈസയല്ലേ, അടിച്ചങ്ങ് ആഘോഷിക്കട്ടെന്നേ. അതുകൊണ്ട് പ്രിയപ്പെട്ട ബീഹാറികളെ, നിങ്ങൾക്ക് തൊഴിലില്ലെങ്കിലും റേഷൻ കടകളിൽ അരിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രി സുരക്ഷിതനായി തന്നെ ഇരിക്കുന്നു. അദ്ദേഹം സുരക്ഷിതനായിരുന്ന് ഇനിയും ബീഹാറിനെ വികസിപ്പിക്കട്ടെ. വെടിയുണ്ടകളെ പേടിക്കാതെ, ജനങ്ങളെ പേടിക്കാതെ ആ ചില്ലിട്ട കൂട്ടിൽ നിന്ന് അദ്ദേഹം ഇനിയും ഒരുപാട് കാലം മുഖ്യമന്ത്രിയായി വാഴട്ടെ. കാരണം ഇത്രയും വലിയ തമാശകൾ കാണിച്ചു തരാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ ജയ് സുശാസൻ, ജയ് റേഞ്ച് റോവർ.